ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ വിപുലമായ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി GST വകുപ്പിന്റെ ഗുരുതര കണ്ടെത്തൽ. മെസ്സിയുടെ വരവിന്റെ പേരിൽ സ്പോൺസർ വൻതോതിൽ ധനസമാഹരണം നടപ്പിലാക്കിയെന്നും എന്നാൽ കൈമാറിയ പണം സ്പോൺസറുടെ സ്വന്തമല്ല എന്നുമാണ് വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് GST പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സാമ്പത്തിക കണക്കുകൾ പുറത്തുവന്നത്. സംസ്ഥാനത്തിന് പുറത്തുള്ള 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 206 കോടിയിലധികം രൂപയാണ് സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് നിമിഷങ്ങൾക്കകം ഒഴുകിയെത്തിയത്. എന്നാൽ ഇത്രയും വലിയൊരു തുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പോൺസർക്ക് ലഭിച്ചത് എന്നതിൽ യാതൊരു വ്യക്തതയുമില്ല. ഭീമമായ ഈ തുകയ്ക്ക് യാതൊരുവിധ വായ്പാ രേഖകളോ നികുതി അടച്ചതിന്റെ പത്രങ്ങളോ ഇല്ല എന്നതാണ് അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ തുക അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ പാലിക്കേണ്ട പ്രാഥമിക ധനകാര്യ ചട്ടങ്ങളോ മുൻകൂർ പരിശോധനകളോ സ്പോൺസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ബാങ്ക് അക്കൗണ്ടിലെത്തിയ തുക അവിടെ കിടക്കാൻ അനുവദിക്കാതെ വന്ന ഉടൻ തന്നെ മറ്റു പല അക്കൗണ്ടുകളിലേക്ക് വേഗത്തിൽ മാറ്റി നിക്ഷേപിച്ചതായും GST കണ്ടെത്തുകയുണ്ടായി. സ്പോൺസറുടെ അക്കൗണ്ട് കേവലം ഒരു ഇടനില അക്കൗണ്ടായി മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന ശക്തമായ സംശയമാണ് അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നത്. തട്ടിപ്പിന്റെ ഗുരുതരമായ വ്യാപ്തി കണക്കിലെടുത്ത് GST പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. സ്പോൺസറുടെ കഴിഞ്ഞ കുറച്ചു കാലത്തെ ബാങ്ക് ഇടപാടുകളും ധനസമാഹരണ രീതികളും കൃത്യമായി വിശകലനം ചെയ്ത ശേഷമാണ് ഉദ്യോഗസ്ഥർ നിർണായക നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. സാമ്പത്തിക നിബന്ധനകളും അന്താരാഷ്ട്ര പണമിടപാട് ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ വിനിമയം നടന്നിട്ടുള്ളതെന്ന് അന്വേഷണത്തിൽ സംശയമുയർന്നിട്ടുണ്ട്. അതിനാൽ ഫെമ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് GST അന്വേഷണ സംഘം തങ്ങളുടെ റിപ്പോർട്ടിൽ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിമുടി അവ്യക്തതയും ദുരൂഹതയും നിറഞ്ഞ പണം കൈമാറ്റ പ്രക്രിയയായതിനാൽ നിലവിലുള്ള സംസ്ഥാനതല അന്വേഷണം മാത്രം പോരാ എന്ന നിലപാടിലാണ് GST വകുപ്പ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതിൽ അനിവാര്യമാണെന്ന് GST വകുപ്പ് ഔദ്യോഗികമായി ശുപാർശ ചെയ്തു. ഫുട്ബോൾ പ്രേമികളുടെയും പൊതുജനങ്ങളുടെയും കായിക വികാരം മുതലാക്കി മെസ്സിയുടെ കേരള സന്ദർശനം എന്ന വലിയ പ്രചരണം അഴിച്ചുവിട്ടാണ് സ്പോൺസർ വൻ തുകകൾ സമാഹരിച്ചത്. വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും വ്യാവസായിക പ്രമുഖരിൽ നിന്നും വലിയ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയെടുക്കാൻ ആസൂത്രിത ശൃംഖല തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ നിഴലിലാണ്. സ്പോൺസർക്ക് പണം കൈമാറിയ 2 ധനകാര്യ സ്ഥാപനങ്ങളുടെ പങ്ക്, അവയുടെ ഉടമസ്ഥാവകാശം, പണത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഷെൽ കമ്പനികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കാൻ മെസ്സിയുടെ സന്ദർശനത്തെ ഒരു മറയാക്കി മാറ്റുകയായിരുന്നു എന്ന ഗുരുതരമായ സംശയവും ബാക്കിയാകുന്നുണ്ട്. GST വകുപ്പ് തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ കേസിൽ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഉടൻ നേരിട്ട് ഇടപെടുമെന്നാണ് സൂചന.